വോട്ടെണ്ണിയ 2 ദിവസം കഴിഞ്ഞിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഖിലേന്ത്യാ ഗുസ്തി മത്സരത്തിൽ പോലും നടക്കാത്ത നിലയിലേക്കുള്ള ഗുസ്തി മത്സരമാണ് തൃശ്ശൂർ DCC ഓഫീസിൽ നടന്നത്. അത് സാധാരണ ഗുസ്തി മത്സരം ഒറ്റക്കൊറ്റക്കാണ്, ഇത് കൂട്ടായിട്ടാണ്, 2 വിഭാഗമായി നിന്നിട്ട് ഉള്ള ഗുസ്തി മത്സരമാണ് നടന്നത്. KPCC പ്രസിഡന്റ് പൂഴ്ത്തിയതാണോ? ക്യാപ്ഷൻ വേണം തരാം. KPCC പ്രസിഡന്റ് റിപ്പോർട്ട് പൂഴ്ത്തിയോ എന്നുള്ള ഒരു ചർച്ച നിങ്ങൾക്ക് സംഘടിപ്പിക്കാലോ. എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നില്ല? മാപ്രകളുടെ ഒരു പ്രത്യേകതരം വാർത്ത സൃഷ്ടിക്കലിന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അടിച്ച 2 പഞ്ച് ഡയലോഗുകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. മാപ്രകളുടെ ഓളത്തിനനുസരിച്ച് സഞ്ചരിക്കാതെ മാപ്രകൾ എന്തൊക്കെ മുക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല എന്ന മറു ചോദ്യം കൊണ്ട് നേരിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. പല വാർത്തകളും മാപ്രകൾ മുക്കും. പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെയോ സംഘപരിവാറിനെയോ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ ഇടതുപക്ഷത്തിലുള്ള ആരെങ്കിലും പറഞ്ഞാൽ വാർത്തയാകാറില്ല. അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരം കലക്കൽ എന്ന പേരിൽ ഇടതുപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ വാർത്ത കത്തിച്ച് നിർത്താൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ വാർത്ത ലൈവാക്കി നിർത്താനുള്ള മാപ്ര പരിശ്രമത്തെ റിയാസ് വളരെ രസകരമായി നേരിട്ടത് കേൾക്കേണ്ടതാണ്. അഖിലേന്ത്യാ ഗുസ്തിക്കഥയും മാധ്യമങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ മുക്കുന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. പല മുഖ്യധാരാ മാധ്യമങ്ങളും ആ പ്രതികരണത്തെ അതേപോലെ മുക്കിയിട്ടുമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് കേട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെല്ലാം വ്യക്തമായ മറുപടി വീണ്ടും നൽകുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിലൂടെയൊക്കെ ഈ PV അൻവർ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് മുഖ്യമന്ത്രി ഇന്നലെ വിശദമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 20 ലോക്സഭാ സീറ്റിൽ ഒരു സീറ്റിൽ എങ്ങനെ താമര ചിഹ്നത്തിൽ തൃശ്ശൂരിൽ ഒരാൾ വിജയിച്ചു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്, ഒരു സംശയമില്ല. അതൊരു പരസ്യ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. എങ്ങനെ തൃശ്ശൂർ താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വിജയിച്ചു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. വോട്ടെണ്ണിയ 2 ദിവസം കഴിഞ്ഞിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഖിലേന്ത്യാ ഗുസ്തി മത്സരത്തിൽ പോലും നടക്കാത്ത നിലയിലേക്കുള്ള ഗുസ്തി മത്സരമാണ് തൃശ്ശൂർ DCC ഓഫീസിൽ നടന്നത്. അത് സാധാരണ ഗുസ്തി മത്സരം ഒറ്റക്കൊറ്റക്കാണ്, ഇത് കൂട്ടായിട്ടാണ്, 2 വിഭാഗമായി നിന്നിട്ട് ഉള്ള ഗുസ്തി മത്സരമാണ് നടന്നത്. അതിനുശേഷം അവിടുത്തെ DCC പ്രസിഡന്റിനെ സ്ഥാനത്ത് നീക്കി, അവിടുത്തെ UDF കൺവീനറെ സ്ഥാനത്ത് നീക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ ഇപ്പോൾ DCCയുടെ ചുമതല പാലക്കാട് MPക്കാണ്. പാലക്കാട്ട് നിന്നൊരാൾ വന്ന് തൃശ്ശൂർ DCCയുടെ ചുമതല വഹിക്കുന്നത്. ആ സംഘടനയുടെ ആ പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം എവിടെയാണ്? എന്തിനായിരുന്നു ഗുസ്തി മത്സരം DCC ഓഫീസിൽ നടന്നത്? താമര ചിഹ്നത്തിലേക്ക് കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ചു, ഇതാണ് ആരോപണം. വോട്ടിൻ്റെ പാറ്റേണും കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അതും കാണാൻ വേണ്ടി പറ്റും. 80,000-ലധികം വോട്ടാണ്. 1000, 200, 2000, 3000 ഒന്നല്ല, 80,000-ലധികം വോട്ടാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് തൃശ്ശൂരിൽ കിട്ടിയതിനേക്കാൾ കുറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായി വോട്ട് മറിച്ചു. മുമ്പ് നിയമസഭയിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതുപോലെ തൃശ്ശൂരിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. വോട്ട് മറിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഗുസ്തി മത്സരം. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ തീരുമാനിച്ചു. 3 അംഗ കമ്മീഷനാണെന്ന് ഞാൻ പേപ്പറിൽ വായിച്ചറിഞ്ഞത്. നിങ്ങളും അങ്ങനെ തന്നെയാവും. ശ്രീ KC ജോസഫ്, ശ്രീ T സിദ്ദീഖ്, ശ്രീ ചന്ദ്രശേഖരൻ, 3 അംഗങ്ങൾ അടങ്ങിയ കമ്മീഷൻ വോട്ട് മറിച്ചത് എങ്ങനെ, എത്രത്തോളം മറിച്ചു, ഏതൊക്കെ നേതാക്കന്മാരാണ് ആ മറിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്, അതിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ, എന്താണ് ഇതിൻ്റെയൊക്കെ സ്ഥിതി, ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു. ജൂൺ 18-ലാണ് ആ കമ്മീഷൻ വന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു. ആ റിപ്പോർട്ട് എവിടെ? ഇവിടെ റിപ്പോർട്ടിനെ കുറിച്ചാണല്ലോ ചർച്ച. ഞങ്ങൾ ഏത് വിഷയത്തിലും അന്വേഷിച്ച് വരുന്ന റിപ്പോർട്ട് അത് സർക്കാർ തലത്തിലാണെങ്കിൽ അന്വേഷിച്ച് അതിൽ നടപടിയെടുക്കും, പൂത്തിവെക്കില്ല. എന്നാൽ ഈ 3 അംഗ കമ്മീഷൻ്റെ റിപ്പോർട്ട് എവിടെ? അത് KPCC പ്രസിഡന്റ് പൂഴ്ത്തിവെച്ചോ? RSS ശാഖയ്ക്ക് കാവൽ നിന്നുള്ള അനുഭവമുള്ള KPCC പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണ് ഈ വോട്ട് മറിക്കൽ? അതിൻ്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതാണോ? ഇതൊക്കെ ചർച്ച ചെയ്യണം. എല്ലാം ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.
എല്ലാ വിഷയവും ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അത്ര വലിയ താല്പര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ചർച്ച ചെയ്യണം. തൃശ്ശൂർ സീറ്റിൽ BJPയെ വിജയിപ്പിച്ച നിഷ്കളങ്കരായ കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരാരൊക്കെ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അത് കോൺഗ്രസിന്റെ ആഭ്യന്തര റിപ്പോർട്ടാണ്. പക്ഷേ ഇപ്പോൾ ADGP അല്ല, നിങ്ങൾ CPM-ന്റെ ആഭ്യന്തര റിപ്പോർട്ട് വെച്ച് ചർച്ച ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആഭ്യന്തര റിപ്പോർട്ടാണ് അതുകൊണ്ട് ചർച്ച ചെയ്യില്ലെന്ന് പറഞ്ഞോ? അല്ല, എന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങളിപ്പോൾ പറഞ്ഞത് കോൺഗ്രസിന്റെ ആഭ്യന്തര റിപ്പോർട്ടാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര റിപ്പോർട്ട് ചർച്ച ചെയ്യാത്തവരാണോ നിങ്ങൾ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ എത്ര കാര്യങ്ങൾ, ആഭ്യന്തര വിഷയങ്ങൾ, ഞങ്ങൾ യോഗത്തിൽ പോലും ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ യോഗത്തിലുള്ള ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഇനി ഇതല്ലേ സംസ്ഥാന കമ്മിറ്റി യോഗം? വേറെ എവിടെയെങ്കിലും നടന്നോ സംസ്ഥാന കമ്മിറ്റി യോഗം എന്ന് തോന്നുന്ന നിലയിൽ പല വാർത്തകൾ നിങ്ങൾ കൊടുത്തില്ലേ? അത് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? രാത്രി ചർച്ചയ്ക്ക് വെച്ചില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല? KPCC പ്രസിഡന്റ് പൂഴ്ത്തിയതാണോ? ക്യാപ്ഷൻ വേണം തരാം. KPCC പ്രസിഡന്റ് റിപ്പോർട്ട് പൂഴ്ത്തിയോ എന്നുള്ള ഒരു ചർച്ച നിങ്ങൾക്ക് സംഘടിപ്പിക്കാലോ. എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നില്ല? അതുപോലെ തന്നെ ഗൗരവമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ADGP DGPക്ക് കൊടുത്തു എന്ന് പറയുന്നത്. അതിൽ പക്ഷേ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഈ പൂരം ആയി ബന്ധപ്പെട്ട് അത് കലക്കാൻ ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ട്. പക്ഷേ ആ റിപ്പോർട്ടിനെതിരെ ഇപ്പം ഇടത് സ്ഥാനാർത്ഥി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് ഒരു വിശ്വാസം എനിക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനിത് പറയും, ഇത് മാത്രം കൊടുക്കരുത്, നേരത്തെ പറഞ്ഞു കൊടുക്കണം. മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും പാളിച്ച, എന്തെങ്കിലും തെറ്റായ നിലപാട് ആരുടെ ഭാഗത്തുണ്ടെങ്കിലും ശക്തമായ സമീപനം സ്വീകരിക്കും. അത് LDFന്റെ നിലപാടാണ്. അത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു. ഞാനിത് പറഞ്ഞല്ലോ, നിങ്ങൾ അതിലേക്ക് പോലും വരുന്നത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ. തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് അല്ല, ഞാൻ പറയട്ടെ, തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ പൂരം വിഷയം ഉൾപ്പെടെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞത് ആർക്കാണ്? തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയതിനു ശേഷം ഗുസ്തി മത്സരം നടന്നത് ഏത് ജില്ലാ ഓഫീസിലാണ്? അത് കോൺഗ്രസിന്റെ ഓഫീസല്ലേ? തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത് ഏത് പാർട്ടിയാണ്? തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ, ഇതെല്ലാം ചർച്ച ചെയ്തു പോവാം. PV അൻവർ ഉയർത്തിവിട്ട ഒരു വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനും സർക്കാർ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാനും വിദഗ്ധമായ പരിശ്രമം നടത്തുകയാണ്. അതായത് വീണ് കിട്ടിയ ഒരു അവസരമാണ്. PV അൻവർ പറഞ്ഞ കാര്യത്തെ, അതായത് ഇടതുവിരുദ്ധ വാർത്ത സൃഷ്ടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവരെ പാടിപ്പുകഴ്ത്തി തട്ടിപ്പൊക്കി കൊണ്ടുപോയിട്ട് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളെയാണ് മറു ചോദ്യങ്ങൾ കൊണ്ട് വായടപ്പിച്ചത്. ആഭ്യന്തര പ്രശ്നം കോൺഗ്രസിൻ്റെതാണെങ്കിൽ അത് ചർച്ചയാക്കണ്ട, അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. പക്ഷേ CPMന്റെ പാർട്ടി സമ്മേളനങ്ങൾ, CPMന്റെ സംസ്ഥാന കമ്മിറ്റി, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങുകൾ, ഇതൊന്നും ആഭ്യന്തരമല്ല. കോൺഗ്രസ്സിന് മാത്രമേ ഇതൊക്കെ ആഭ്യന്തര കാര്യമുള്ളൂ. കണ്ടില്ലേ? അതിനെയൊക്കെയാണ് ഉരുളയ്ക്കുപ്പേരി പോലെയുള്ള മറുപടികൾ കൊണ്ട് വായടപ്പിച്ച് വിട്ടത്. ഇനി ഇങ്ങനെ വേണം മാധ്യമങ്ങളെ നേരിടേണ്ടത്. കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്ത് വാർത്തകൾ നിർമ്മിച്ചെടുക്കുന്നതിനെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മറുപടികൾ കൊടുക്കാതെ ആ വാർത്ത കൊണ്ട് അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്തിനെയാണോ അത് മറു ചോദ്യമായി ഉന്നയിച്ച് തുടങ്ങുന്നിടത്ത് ഇത് പൊളിഞ്ഞു തുടങ്ങും. അതിനെ അങ്ങനെ നേരിട്ട് മാത്രമേ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്ത റിയാസിൻ്റെ ആ ഇടപെടലുണ്ടല്ലോ, അത് ഗംഭീര സംഭവമാണെന്ന് പറയേണ്ടി വരികയാണ്.